ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതം പൊടി വെച്ച് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല രുചിയുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പൊടിച്ച ശർക്കരയിൽ ചേർത്തത് പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. നമ്മുടെ ഈ ശർക്കരയ്ക്ക് ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇനി ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റി തേങ്ങ നമുക്ക് ഡ്രൈ ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ഇവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു മാവ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എന്തായാലും കുഴപ്പമില്ല. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. നമ്മൾ ദോശമാവിനൊക്കെ കലക്കിയെടുക്കില്ലേ, അതിനെങ്ങനെയും കുറച്ചുകൂടെ നല്ല ലൂസായിട്ടുള്ള പാകത്തിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചുകൂടെ എടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവാത്ത കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരിച്ചുകൂടി എടുക്കുന്നത്. ഇങ്ങനെ നല്ല പോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇനി മാവ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മാവിൽ നിന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി പരത്താനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ ഒത്തിരി മാവ് ഇത് പരത്താനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാവ് മാത്രം മതിയാകും കേട്ടോ. ഒത്തിരി മാവ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒരുപാട് വലുതായി പോകും. ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. ആ സമയം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സില്ലേ അത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് കൂടെ ചേർത്തിട്ട് ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു പലഹാരം ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്